നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. ഇനി വരുന്ന ഘട്ടങ്ങളിൽ പരീക്ഷയുള്ളവർ ഉറപ്പായിട്ടും നോക്കിയിരിക്കേണ്ട 100 മുൻവർഷ ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഒക്കെ തന്നെ ഇനിയും റിപ്പീറ്റ് ചെയ്യും. അത്രയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാ? ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കേരളത്തിലെ കടൽ തീരത്തിന്റെ ദൈർഘ്യം എത്രയാണ്? കേരളത്തിലെ കടൽ തീരത്തിന്റെ ദൈർഘ്യം 580 കിലോമീറ്റർ ആണ്. 580 കിലോമീറ്റർ. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുക. കിഴക്കോട്ടൊഴുകുന്നത് പാമ്പാർ, പാമ്പാറും ഭവാനിയുമാണ്. കബനി, ഭവാനി, പാമ്പാർ എന്നീ നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത്. ആദ്യത്തെ റെയിൽപാത കേരളത്തിൽ പ്രവർത്തനമാരംഭിച്ച വർഷമേത്? 1861 മാർച്ച് 12-നാണ് ആദ്യത്തെ റെയിൽപാത കേരളത്തിൽ പ്രവർത്തനമാരംഭിച്ചത്. കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? പേരമ്പാടി ചുരം. പേരമ്പാടി ചുരമാണ് കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം. മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഏത് നദിയുടെ തീരത്താണ്? തിരുനാവായ ഭാരതപ്പുഴയുടെ തീരത്താണ്. യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധ ദ്രവ്യം ഏത്? കുരുമുളകാണ് യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധദ്രവ്യം. പൂർണ്ണമായി മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം ഏതാണ്? സംക്ഷേപ വേദാർത്ഥമാണ്. സംക്ഷേപ വേദാർത്ഥം. PR ശ്രീജേഷ് താഴെ പറയുന്നവയിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഹോക്കി. വാരിയെല്ലിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്ര? വാരിയെല്ലിലെ ആകെ അസ്ഥികൾ 24 ആണ്. 24. ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമായ സ്റ്റെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചതാരാണ്? റെനെ ലെനക്കാണ്. റെനെ ലെനക്ക്. പൂർണ്ണ ശയ്യാവലംബരായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന കേരളത്തിലെ ആരോഗ്യ ക്ഷേമ നിധി ഏതാണ്? ആശ്വാസകിരണമാണ്. ആശ്വാസകിരണം. ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത്? സ്കർവിയാണ് ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം. താഴെ കൊടുത്തവയിൽ ഈച്ച മുഖേന പകരുന്ന രോഗം ഏത്? ഈച്ച മുഖേന പകരുന്ന രോഗമാണ് കോളറ. കോളറ. അപ്പോൾ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 10th പ്രിലിംസ്, ഇനി വരാനിരിക്കുന്ന 10th മെയിൻസ് മുതലായ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ബാച്ചുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ 10th പ്രിലിംസ് ഒന്നാം ഘട്ട പരീക്ഷയുടെ റിലേറ്റഡ് ഫാക്ട്സ് 100 ചോദ്യങ്ങളുടെയും റിലേറ്റഡ് ഫാക്ട്സ് നമ്മുടെ ആപ്പ് വഴിയാണ് നൽകുന്നത്. ഈ വരുന്ന ഘട്ടങ്ങളുടെ എല്ലാ റിലേറ്റഡ് ഫാക്ട്സ് നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ 10th മെയിൻസിന്റെ ക്ലാസ് ഉടനെ തന്നെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഒരു ബാച്ച് പോകുന്നുണ്ട്. ഉടനെ തന്നെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒന്നാമത്തെ ഘട്ടത്തിൽ ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞ കുറച്ച് പേരുണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അവർ കൂടെ വേണ്ടിയിട്ട് പുതിയൊരു ബാച്ച് ഞാൻ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. അതുപോലെ വരാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെഫ്കോ LD, കമ്പനി LGS, ഫയർമാൻ മുതലായ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻസ് ഓപ്പൺ ആണ്. ഫുൾ സിലബസ് കവറേജ്, ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, SCRT NCRT ക്ലാസ്സുകൾ മുതലായവയെല്ലാം ആ ഒരൊറ്റ കോഴ്സിൽ ഏത് കോഴ്സാണോ നിങ്ങൾ എടുക്കുന്നത് ആ കോഴ്സുകളിലെല്ലാം ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ലഭ്യമായിരിക്കും. ഓക്കെ. കൂടാതെ ജനറൽ PSCക്ക് വേണ്ടിയിട്ട് ഏതൊരു പരീക്ഷയ്ക്ക് വേണ്ടിയും പ്രിപ്പയർ ചെയ്യാൻ ജനറൽ PSCക്ക് വേണ്ടിയിട്ടും ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് കണ്ട് നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ഡയറക്റ്റ്ലി ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും ആപ്പിൽ അവൈലബിൾ ആണ്. സ്റ്റഡി പ്ലാൻസ് ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ജനറൽ PSCക്ക് സ്റ്റഡി പ്ലാൻ ഇല്ല. ബാക്കി എല്ലാ കോഴ്സിനും സ്റ്റഡി പ്ലാൻ ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് കോഴ്സ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് കൃത്യമായിട്ട് അങ്ങ് പഠിച്ചു പോയാൽ മതി. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആഗോളതാപനത്തിന് കാരണമല്ലാത്ത ഒരു വാതകം. ആഗോളതാപനത്തിന് കാരണമല്ലാത്തത് നൈട്രജൻ. നൈട്രസ് ഓക്സൈഡ്, മീഥെയ്ൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ആഗോളതാപനത്തിന് കാരണമായ വാതകങ്ങളാണ്. കിരൺ, അർക്ക, സൽകീർത്തി എന്നിവ ഏത് വിളയുടെ സങ്കര ഇനമാണ്? വെണ്ട. വെണ്ടയുടെ സങ്കര ഇനമാണ് കിരൺ, അർക്ക, സൽകീർത്തി എന്നിവ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്
സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്. പരിസ്ഥിതി പ്രശ്നങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രീയ പഠനം നടത്തുന്നതിനായി തുടങ്ങിയ സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവിയോൺമെന്റ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് അനിൽ അഗർവാൾ ആണ്. അടുത്ത ചോദ്യം, സൈലന്റ് വാലിയെ ദേശീയ പാർക്കായി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. പ്രഖ്യാപിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. അടുത്ത ചോദ്യം, ഇരുമ്പിന്റെ ധാതു അല്ലാത്തത് ഏത്? ഇരുമ്പിന്റെ ധാതു അല്ലാത്തത് ബോക്സൈറ്റ് ആണ്. ബോക്സൈറ്റ് അലുമിനിയത്തിന്റെ അയിരാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് അല്ലെങ്കിൽ ഏതെല്ലാമാണ്? അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളത് ബിത്തിയോനൽ ആന്റിസെപ്റ്റിക് ആണ്, ഫീനോൾ ഡിസ്ഇൻഫെക്റ്റന്റ് ആണ്. ഇത് രണ്ടുമാണ് ശരിയായത്. ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാണ്? 2n² ആണ്. n എന്ന് പറയുന്നത് ഷെല്ലിന്റെ നമ്പർ ആണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ 2n². ഇപ്പൊ k എന്ന് പറയുന്ന ഷെല്ലാണെങ്കിൽ k എന്ന ഷെല്ലിന്റെ നമ്പർ 1 ആണ്. അപ്പൊ 2 ഇൻറ്റു എൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുക. 2 ഇൻറ്റു 1² ദാറ്റ് ഈസ് 2. 2 ഇലക്ട്രോണുകളാണ് പരമാവധി k ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്നത്. അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അടുത്ത ചോദ്യം, ആധുനിക ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത്? ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് മെൻഡലീഫ് എന്നാണ് തന്നിരിക്കുന്നത്. ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് ആരാണ്? ഹെൻറി മോസ്ലി. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലല്ല വിന്യസിച്ചിരിക്കുന്നത്, അറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിലാണ് വിന്യസിച്ചിരിക്കുന്നത്. ഉപജ്ഞാതാവ് ആരാണ്? ഹെൻറി മോസ്ലി. അപ്പൊ ഇവിടെ ശരിയല്ലാത്തത് 2ഉം 4ഉം ആണ്. 2ഉം 4ഉം. ജലം, ഹൈഡ്രജൻ പെറോക്സൈഡ് ഈ രണ്ട് സംയുക്തങ്ങളിലെ ഓക്സിജന്റെ ഓക്സീകരണ അവസ്ഥയുടെ തുക എത്രയാണ്? തുക -3 ആണ്. -3. ബലത്തിന്റെ യൂണിറ്റ് ഏത്? ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ബലത്തിന്റെ യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് സൂര്യനാണ്. അടുത്ത ചോദ്യം, മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെ താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി ഏത്? വികിരണം. താഴെ കൊടുത്തിരിക്കുന്ന ചലനങ്ങളിൽ ദോലന ചലനം അല്ലാത്തത് ഏത്? ഓസിലേറ്ററി മോഷൻ അല്ലാത്തത് ഏത്? സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നതാണ്. ബാക്കിയൊക്കെ ഓസിലേറ്ററി മോഷൻ ആണ്. ഓസിലേറ്ററി മോഷൻ, ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം, ഊഞ്ഞാലിന്റെ ചലനം, വലിച്ചു കെട്ടിയ റബ്ബർ ബാൻഡിൽ വിരൽ കൊണ്ട് തട്ടുമ്പോൾ ഉണ്ടാകുന്ന ചലനം, ഇവയൊക്കെ ദോലന ചലനമാണ്. പ്രകാശം കടന്നു പോകുന്ന പാതയിൽ 3 സുതാര്യ വസ്തുക്കൾ ക്രമീകരിച്ചിരിക്കുന്നു. ഇവയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത്? ആദ്യത്തേത് ഗ്ലാസ് ഷീറ്റിൽ ഇങ്ങനെ ബെൻഡിങ് ഒന്നും ഇല്ലാതെ കടന്നു പോകുന്നു. രണ്ടാമത് കോൺവെക്സ് ലെൻസ് ആണ്. മൂന്നാമത് കോൺകേവ് ലെൻസ് ആണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാഗർ പരികർമ്മ എന്ന പരിപാടിയുമായി ബന്ധമില്ലാത്തത് ഏത്? ആദ്യത്തേതാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ. ബാക്കി 3ഉം ബന്ധമുണ്ട്. ആസാദി കാ അമൃത് മഹോത്സവ്, എല്ലാ മത്സ്യത്തൊഴിലാളികളോടും ഐക്യം, സമുദ്ര ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം, ഇത് 3ഉം ബന്ധമുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് കേരള സഹായഹസ്തം പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? സഹായഹസ്തം പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങൾക്ക് പലിശരഹിത വായ്പ നൽകുക, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനായി ധനസഹായം നൽകുക. ഈ 2 പ്രസ്താവനകളാണ് സഹായഹസ്തം പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം, 2021 25ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സുവർണ ചകോര പുരസ്കാരം നേടിയ ചിത്രം ഏതാണ്? ദിസ് ഈസ് നോട്ട് എ ബറിയൽ, ദിസ് ഈസ് എ റിസറക്ഷൻ എന്ന ചിത്രമാണ്. ദിസ് ഈസ് നോട്ട് എ ബറിയൽ, ദിസ് ഈസ് എ റിസറക്ഷൻ. 2022 മാർച്ച് 4 അന്തരിച്ച ലോക പ്രശസ്ത ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ ആരാണ്? ഇവിടെ 2 പേര് 2022 മാർച്ച് 4 അന്തരിച്ചു. അതുകൊണ്ട് PSC ഈ ചോദ്യം ഡിലീറ്റ് ചെയ്തു. ആരൊക്കെയാണ്? ഷെയ്ൻ വോണും റോഡ്നി മാർഷും 2 പേരും 2022 മാർച്ച് 4 അന്തരിച്ചത്. അടുത്ത ചോദ്യം, 2022 ഫെബ്രുവരി 14 ഇന്ത്യയുടെ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ PSLV C-52 ബഹിരാകാശത്തെത്തിച്ച ഉപഗ്രഹം ഏത്? ഈ റിസാറ്റ് 1A തന്നെയാണ് EOS 04. അതുകൊണ്ട് ഈ ചോദ്യം PSC എന്ത് ചെയ്തു? ഡിലീറ്റ് ചെയ്തു.
അടുത്ത ചോദ്യം, ബുക്കർ പ്രൈസിനെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ശരിയല്ലാത്ത പ്രസ്താവന 4 മാത്രമാണ്. അപ്പൊ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ നോക്കാം. 2021 ബുക്കർ പ്രൈസ് ജേതാവ് ഡാമൺ ഗാൽഗട്ട് ആണ്. 2020 ബുക്കർ പ്രൈസ് ജേതാവ് ഡഗ്ലസ് സ്റ്റുവർട്ട്. 2021 ബുക്കർ പ്രൈസ് പുരസ്കാരത്തിന് അർഹമായ കൃതി ദി പ്രോമിസ്. ആരുടെ ജന്മശതാബ്ദിയുടെ സ്മരണാർത്ഥമാണ് ഇന്ത്യൻ ധനമന്ത്രാലയം 100 രൂപ നാണയം പുറത്തിറക്കിയത്? 100 രൂപ നാണയം പുറത്തിറക്കിയത് വിജയരാജ സിന്ധ്യയുടെ സ്മരണാർത്ഥമാണ് 100 രൂപ നാണയം പുറത്തിറക്കിയത്. 2023 ഏത് അന്താരാഷ്ട്ര വർഷമായാണ് UN പ്രഖ്യാപിച്ചത്? അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമാണ്. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം. 15ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം ആരാണ്? PJ ജോസഫ് ആണ്. PJ ജോസഫ്. കേരളത്തിൽ ആദ്യമായി കൊറോണ സാഴ്സ് വൈറസ് സ്ഥിരീകരിച്ച ജില്ല ഏത്? തൃശൂർ ജില്ലയിലാണ് കൊറോണ വൈറസ് ആദ്യമായിട്ട് സ്ഥിരീകരിച്ചത്. വരണ്ട ഉഷ്ണക്കാറ്റായ ലൂ അനുഭവപ്പെടുന്ന ഋതു ഏത്? ഉഷ്ണകാലത്ത് അനുഭവപ്പെടുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ഏത്? ലൂ. ദേശീയ ജലപാത 1 ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? ദേശീയ ജലപാത 1 അലഹാബാദ്, ഹാൽദിയ എന്നീ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്. ഉപദ്വീപീയ ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഏതാണ്? ഇലപൊഴിയും കാടുകളാണ്. ഇലപൊഴിയും കാടുകൾ. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹിമാലയത്തെ സംബന്ധിച്ച് തെറ്റായത് ഏത്? ഹിമാലയത്തെ സംബന്ധിച്ച് തെറ്റായത് പരുത്തി കൃഷി ചെയ്യുന്ന മേഖലയാണ് എന്നതാണ്. പരുത്തി കൃഷി കൂടുതലായിട്ടും കറുത്ത മണ്ണിലാണ് ചെയ്യുന്നത്. ഡെക്കാൻ മേഖല അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമി മേഖലയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് ഇവിടെ തെറ്റാണ്. ബാക്കിയെല്ലാം ശരിയാണ്. തേയില കൃഷി ചെയ്യുന്ന മേഖല ഹിമാലയം. കുങ്കുമപ്പൂവ്, ഉരുളക്കിഴങ്ങ്, ബാർലി എന്നിവ കൃഷി ചെയ്യുന്നുണ്ട്. ഓറഞ്ച്, ആപ്പിൾ തുടങ്ങിയ ഫലവർഗ്ഗങ്ങൾ കൃഷി ചെയ്യാറുണ്ട്. ഇത് 3ഉം ശരിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ പീഠഭൂമികളിൽ വലിപ്പം കൂടിയത് ഏതാണ്? വലിപ്പം കൂടിയത് ഡെക്കാൻ പീഠഭൂമിയാണ്. ഡെക്കാൻ പീഠഭൂമി. താഴെ തന്നിരിക്കുന്ന സൂചനകൾ വായിച്ച് വിള ഏതാണെന്ന് കണ്ടെത്തുക. 3 സൂചനകളാണ് തന്നിരിക്കുന്നത്. ഇവിടെ ഇന്ത്യയിൽ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിളയാണെന്ന് പറയുന്നു. റാബി വിളയാണ്. റാബി വിളകൾ ഏതൊക്കെയാണ്? ഗോതമ്പ്, പയറ്, ബാർലി, കടുക്. ഇനി 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപവും 75 സെന്റിമീറ്റർ മഴയും ആവശ്യമാണ്. ഏതാണത്? ഗോതമ്പാണ്. ഗോതമ്പ്. വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗം ഏത്? കിഴക്കൻ തീരസമതലമാണ്. കിഴക്കൻ തീരസമതലം. തഞ്ചാവൂർ ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു? തഞ്ചാവൂർ കാവേരി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. കാവേരി നദി. ലിബുലെ ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ പ്രദേശങ്ങളെയാണ്? ലിബുലെ ചുരം ഉത്തരാഖണ്ഡ്, ടിബറ്റ്. ഉത്തരാഖണ്ഡ്, ടിബറ്റ്. ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതൊക്കെയാണ്? അറബിക്കടലിൽ പതിക്കുന്നത് സിന്ധു, നർമ്മദ, പെരിയാർ എന്നിവയാണ്. മഹാനദി ബേ ഓഫ് ബംഗാളിലാണ് പതിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? വിദ്യാഭ്യാസ അവകാശം അനുച്ഛേദം 21A ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ്. താഴെ പറയുന്നതിൽ ഏത് തത്വമാണ് 42ാം ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്? ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത് സോഷ്യലിസമാണ്. സോഷ്യലിസം. ഇന്ത്യയുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ പ്രസിഡന്റിന് എത്ര വിവരാവകാശ കമ്മീഷണർമാരെ കൂടി നിയമിക്കാൻ കഴിയും? 10. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച് ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? കൈലാഷ് സത്യാർത്ഥിയാണ്. കൈലാഷ് സത്യാർത്ഥി. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏതു ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? വേറൊരു പരീക്ഷയിൽ സംസ്കൃതം എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ സംസ്കൃതം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ബംഗാളി തന്നെയാണ് ഉത്തരം. അടുത്ത ചോദ്യം, ഇന്ത്യ ഗവൺമെന്റ് ഈ കാണുന്ന ചിഹ്നം രൂപയുടെ ദേശീയ ചിഹ്നമായി അംഗീകരിച്ചത് എന്നാണ്? 2010 ജൂലൈ മാസം 15-നാണ്. 2010 ജൂലൈ മാസം 15. മൗലിക കടമകൾ ഏത് വിദേശ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത്? സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയൻ. മൗലിക അവകാശങ്ങൾ USA. കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ശരിയല്ലാത്തത് 2ഉം 3ഉമാണ്. ശരിയായിട്ടുള്ളത് 2005 വിവരാവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചു എന്നതാണ്.
താഴെ പറയുന്നതിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭാ സംവിധാനം നിലനിൽക്കുന്നത്? മഹാരാഷ്ട്രയാണ്, മഹാരാഷ്ട്ര. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധിജിയെ കുറിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്നും ശരിയായ ജോഡി തെരഞ്ഞെടുക്കുക. ശരിയായ ജോഡി. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ചു. 1915 ജനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തി. ഇതാണ് ശരിയായിട്ടുള്ളത്. ആരെയാണ് ഗാന്ധിജി രാഷ്ട്രീയ ഗുരുവായി കണക്കാക്കിയത്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഇവിടെ സുരേന്ദ്രനാഥ് ബാനർജി എന്നാണ് തന്നിരിക്കുന്നത്. തെറ്റ്. അടുത്ത ചോദ്യം PSC ഡിലീറ്റ് ചെയ്തു. അടുത്തത് 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡി കണ്ടെത്തുക. ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ടുള്ളത്. കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച രവീന്ദ്രനാഥ് ടാഗോർ സർ സ്ഥാനം ഉപേക്ഷിച്ചു. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിക്കാൻ ഏത് കമ്മീഷനെയാണ് സർക്കാർ നിയമിച്ചത്? ഹണ്ടർ കമ്മീഷനെയാണ് നിയമിച്ചത്. ഇവിടെ സൈമൺ കമ്മീഷൻ എന്നാണ് തന്നിരിക്കുന്നത്. തെറ്റ്. ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഇവിടെ 1956 നവംബർ 1 ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവത്കരണ കമ്മീഷന്റെ അധ്യക്ഷനാരാണ്? ഫസൽ അലി. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ് ആണ്. ആന്ധ്രാപ്രദേശ്. ഇവിടെ ഡൽഹി എന്നാണ് തന്നിരിക്കുന്നത്. തെറ്റ്. അപ്പൊ ആന്ധ്രയെന്നോ ആന്ധ്രാപ്രദേശ് എന്നോ തന്നിരിക്കാം. അടുത്ത ചോദ്യം, 1857 കലാപവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും അവിടുത്തെ കലാപ നേതാക്കളും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഝാൻസി റാണി ലക്ഷ്മിഭായ്, കാൺപൂർ നാനാ സാഹിബ്. ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്ത് ഖാനും കൂടി ചേർന്നിട്ടാണ്. ഇവിടെ ബീഗം ഹസ്രത് മഹൽ എന്നാണ് തന്നിരിക്കുന്നത്. ബീഗം ഹസ്രത് മഹൽ നേതൃത്വം നൽകിയത് എവിടെയൊക്കെയാണ്? ലക്നൗ, ആഗ്ര, അവധ് എന്നിവിടങ്ങളിലാണ്. താഴെ തന്നിരിക്കുന്ന സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവയുടെ സ്ഥാപകരും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ശരിയായ ജോഡി, സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ, ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. സേവാ സമിതിയുടെ ഫൗണ്ടർ ആരാണ്? ഹൃദയനാഥ് ഖുൻസ്രു, HN ഖുൻസ്രു ആണ്. അടുത്ത ചോദ്യം, ഡൽഹൌസി പ്രഭുവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഇവിടെ ശരിയായിട്ടുള്ളത്, മുംബൈ മുതൽ താനെ വരെയുള്ള ഇന്ത്യയിലെ ആദ്യ റെയിൽവേ ലൈൻ നിർമ്മിച്ചത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, സതീ സമ്പ്രദായം, ശിശുഹത്യ എന്നിവ നിരോധിച്ചത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. അത് തെറ്റാണ്. വില്യം ബെന്റിക്കിന്റെ കാലത്താണ്. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ നാട്ടുരാജ്യ സംയോജന പ്രക്രിയയിൽ പങ്കുവഹിച്ച വ്യക്തികളുടെ ഗ്രൂപ്പിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. VP മേനോനും സർദാർ വല്ലഭായ് പട്ടേലുമാണ്. 1ഉം 3ഉം. രവീന്ദ്രനാഥ് ടാഗോറും ദേശീയ ഗാനവും എന്ന വിഭാഗത്തിൽ ശരിയായവ ഏത്? ശരിയായത്, ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമർ സോനാർ ബംഗ്ലായും ടാഗോർ ആണ് രചിച്ചത്. 52 സെക്കൻഡ് കൊണ്ടാണ് ദേശീയ ഗാനം പാടിത്തീർക്കുക. ഇവിടെ 55 എന്നാണ് തന്നിരിക്കുന്നത്. തെറ്റ്. വർത്തമാന പത്രവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം കണ്ടെത്തുക. വർത്തമാന പത്രവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം ബംഗാൾ ഗസറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം. മുംബൈ സമാചാർ പ്രസിദ്ധീകരണം തുടരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ദിനപത്രമാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും പട്ടികയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഇവിടെ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് കോട്ടയത്താണ്. HMT ലിമിറ്റഡ് എറണാകുളത്താണ്. ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ് ലിമിറ്റഡ് എവിടെയാണ്? കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളുടെയും അവയുമായി ബന്ധപ്പെട്ട നദികളുടെയും പട്ടികയിൽ ശരിയായത് ഏത്? ശരിയായത്, കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി നദിയിലാണ്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി പമ്പ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? പെരിയാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന പട്ടികയിൽ നിന്നും കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും ശരിയായ ജോഡി കണ്ടെത്തുക. ഇവിടെ തുഞ്ചൻ സ്മാരകം തിരൂരാണ് സ്ഥിതി ചെയ്യുന്നത്. കുഞ്ചൻ സ്മാരകം എവിടെയാണ്? കിള്ളിക്കുറിശ്ശി മംഗലത്താണ് സ്ഥിതി ചെയ്യുന്നത്. വള്ളത്തോൾ മ്യൂസിയം എവിടെയാണ്? തൃശ്ശൂരാണ് സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂർ. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയ കവിതകളും കവികളും ചുവടെ തന്നിരിക്കുന്നു. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ശരിയായ ജോഡി, വിശ്വദർശനം G ശങ്കരക്കുറുപ്പ്. അവിൽപ്പൊതി രചിച്ചത് ആരാണ്? VK ഗോവിന്ദൻ നായരാണ്. VK ഗോവിന്ദൻ നായർ.
അടുത്ത ചോദ്യം, മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭം ഏത്? മലയാളം മിഷനാണ്. മലയാളം മിഷൻ. മീശ എന്ന നോവൽ രചിച്ചത് ആരാണ്? മീശ എന്ന നോവൽ രചിച്ചത് എസ് ഹരീഷ്. കെ ഫോൺ പദ്ധതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന. കെ ഫോൺ പദ്ധതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ് സേവനം എന്നതാണ്. ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ വർഷം ഏതാണ്? 1951. COVID-19 ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏത്? ആരോഗ്യ സേതു ആണ്. ആരോഗ്യ സേതു. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം തൃശൂരാണ്. തൃശൂർ. അർജുന അവാർഡ് നേടിയ അങ്കിത റെനയുടെ കായിക ഇനം ഏതാണ്? ടെന്നീസ് ആണ്. ടെന്നീസ്. അടുത്ത ചോദ്യം, കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെ? ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വനിതാ ശാക്തീകരണം എന്നിവയാണ്. നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല ഏതാണ്? ഉൾപ്പെടാത്തത് പത്തനംതിട്ട. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? എസ് സോമനാഥ് ആണ്. എസ് സോമനാഥ്. വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം ഏത്? ഡെക്കാൻ പീഠഭൂമിയാണ്. ഡെക്കാൻ പീഠഭൂമി. താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ ഈ മൂന്നും ശരിയാണ്. സൗരോർജം, ജൈവവാതകവും സൗരോർജവും, കാറ്റിൽ നിന്നുള്ള ഊർജം. ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക. കര അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നതിൽ 4 ശരിയാണ്. ചൈന, നേപ്പാൾ, പാകിസ്ഥാൻ, ഭൂട്ടാൻ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ് ആണ്. മൗണ്ട് എവറസ്റ്റ്. മണികരൺ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ഹിമാചൽ പ്രദേശ് ആണ്. ഹിമാചൽ പ്രദേശ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം ഏത്? ഉത്തരമഹാസമതലമാണ്. ഉത്തരമഹാസമതലം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലുപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ് ഏത്? ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏത്? ഉത്തരായന രേഖ. അതായത് 23.5 ഡിഗ്രി നോർത്ത്. 23.5 ഡിഗ്രി നോർത്ത് ആണ് ഉത്തരായന രേഖ. ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയ പാത ഏത്? NH44 ആണ്. NH44. മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടെ കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല ഏത്? കൊങ്കൺ റെയിൽവേ ആണ്. കൊങ്കൺ റെയിൽവേ. അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏത്? 1955 ആണ്. 1955. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്നതിനെതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. ഹേബിയസ് കോർപ്പസ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലിക അവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്? 6 തരം മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നത്. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെ? 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത്. ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ്? 1947 ജൂലൈ മാസം 22. ഓക്കെ, അപ്പോൾ ഇത്രയും 100 ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാം പ്രധാനപ്പെട്ടവയാണ്. റിപ്പീറ്റ് ചെയ്ത് PSC ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അടുത്ത ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതുന്നവരെ എന്തായാലും നോക്കിയിരിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ക്ലാസ്സുകൾ നടന്നു വരികയാണ്. അഡ്മിഷൻ ഓപ്പൺ ആണ്. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.